മന്ത്രിമാരെല്ലാവരും കൂടി തമിഴ്നാട്ടിൽ ശക്തമായ കേന്ദ്രത്തിനെതിരെ പല നിലപാടുകളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം അതാണ് ഉദ്ദേശിച്ചത്. എൻ്റെ യഥാർത്ഥ പ്രശ്നം നമുക്ക് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സമയത്ത് DMK ശക്തമായ നിലയിലാണ് നിലവിൽ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ADMK അതുപോലെ BJP, പിന്നെ അതിൻ്റെ ഇടയിലാണ് നമ്മൾ വിജയുടെ രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ അവിടെ ADMKയും BJPയും തമ്മിലൊരു സഖ്യം സാധ്യത ഉണ്ടാവുകയും അവർ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം വരികയും അതോടൊപ്പം തന്നെ വിജയ് ശക്തമായി മുന്നോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ വളരെ ഈസി ആയിട്ട് DMK ജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിലും ഈ വോട്ടുകൾ DMKക്കെതിരെ ഒരു പൊതു നിലവാരത്തിലേക്ക് തമിഴ്നാട്ടിലെ വോട്ടുകൾ എന്താ പറയുക ഏകീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്റ്റാലിന് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറാം. അപ്പോൾ ഈ സാഹചര്യം ഈ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഭാഷാ വിഷയം എടുത്തിട്ടുള്ളത്. കാരണം ഭാഷയുടെ വിഷയത്തിൽ തമിഴ് ഭാഷ എന്നുള്ളൊരു വികാരം ആളിക്കത്തിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് തമിഴ്നാട്ടിലുള്ള ജനങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു പക്ഷേ ഒരു ഭാഷ വികാരം ആളിക്കത്തിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പിന്നെ ഹിന്ദിക്കെതിരെ നിലപാടെടുക്കുന്നതിൻ്റെ മുഖ്യ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലുള്ള നേതാക്കളാണ് തമിഴ്നാട്ടിൽ വന്ന് ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഹിന്ദി അറിയാതിരിക്കുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന്. അപ്പോൾ പരമാവധി 5-10 വർഷമെങ്കിലും ഞങ്ങളുടെ ഭരണകാലത്ത് BJPക്കാർ ഉത്തരേന്ത്യയിലുള്ള നേതാക്കൾ ഇവിടെ വന്നിട്ട് ഹിന്ദിയിൽ എന്താ പറയുക സംസാരിക്കുമ്പോൾ തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് എന്താ പറയുക ഹിന്ദി കൂടുതലായിട്ട് അങ്ങനെ അറിയാതിരിക്കട്ടെ. കാരണം തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാർ തമിഴന്മാരുടെ കാര്യം പറഞ്ഞ് വോട്ട് പിടിക്കട്ടെ എന്നുള്ളൊരു നിലപാടിലായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ DMKയുടെ ഈ ഭാഷാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ഭാഷാ വിഷയം ഉയർത്തി കൊണ്ടുവന്നാൽ ADMKയ്ക്കും BJPക്കും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇതിനെതിരെ നിലപാടെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അത് DMKയ്ക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യം സംജാതമാവാം. ഈ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ ന്യായമുള്ളൊരു കാര്യമായിട്ട് തോന്നാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനസംഖ്യ നിയന്ത്രണ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നടത്തിയ സംസ്ഥാനങ്ങൾക്ക് മണ്ഡലങ്ങളുടെ എണ്ണം കുറവ് വരിക, ജനസംഖ്യ നിയന്ത്രണത്തിൽ യാതൊരു ശ്രദ്ധയും കാണിക്കാത്ത ആളുകൾക്ക് കൂടുതൽ മണ്ഡലങ്ങൾ കിട്ടുന്ന സാഹചര്യം വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു അന്യായമാണെന്ന് തോന്നും. പക്ഷെ ഒരു വിഷയം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ മുഴുവൻ എന്താ പറയുക ലോക്സഭാ സീറ്റും അവിടെയുള്ള മുഴുവൻ ജനങ്ങളും ലോകാവസാനം വരെ BJPക്ക് തന്നെ വോട്ട് ചെയ്യുന്ന എങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു? കാരണം BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. ഏതെങ്കിലും ഒരു 5-10 വർഷം കഴിയുമ്പോൾ BJPക്ക് ഇന്ന് കാണുന്ന ഒരു ശക്തി ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം ചേഞ്ച് വരാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് BJP അവിടെ മണ്ഡലങ്ങൾ മുഴുവൻ ഉത്തരേന്ത്യയിൽ വളരെയധികം വർദ്ധിപ്പിച്ച് BJPക്ക് അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാക്കുകയാണെങ്കിലും രാഷ്ട്രീയ സാഹചര്യം മാറുന്നു, രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോൾ അത് എന്താ പറയുക BJPക്ക് മാത്രം ഗുണകരമാവുന്ന രീതിയിലേക്ക് മാറും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? കാരണം ഈ BJP ജയിച്ചു വരുന്നത് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലങ്ങളിലെ വോട്ട് കൊണ്ട് മാത്രമാണ് എന്ന ധാരണ പറയുന്നത് ശരിയാണെന്ന് തോന്നില്ല. പിന്നെ കേരളത്തിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യം എല്ലായിടത്തും എന്താ പറയുക ചില പ്രത്യേക സ്റ്റേറ്റുകളിൽ മാത്രമല്ലെന്ന്. അപ്പോൾ അവിടങ്ങളിലൊക്കെ ശക്തമായ പ്രതിപക്ഷം എല്ലാ മേഖലയിലും ഭരണപക്ഷത്തിനെതിരെ ശക്തമായി അവരുടെ ഭരണവിരുദ്ധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഏതൊക്കെ സ്റ്റേറ്റുകൾ എങ്ങനെയൊക്കെ സീറ്റുകൾ ഉണ്ടെങ്കിലും അതിനു മുന്നേ അതിജീവിക്കാനായിട്ട് പ്രതിപക്ഷങ്ങൾക്ക് സാധിക്കണം. അതിനാണ് അവർ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ വിഷയം മാത്രം ഉയർത്തി കൊണ്ടുവരുമ്പോൾ അത് എന്താ പറയുക പൂർണ്ണമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അത് അംഗീകരിക്കണമെന്നില്ല എന്നാണ് ഈ 2 വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഓക്കെ.